നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ പുച്ഛം, ഈ പരിഹാസം, ഞാൻ വിലയ്ക്ക് വാങ്ങിയ നരകങ്ങളാ ഇതൊക്കെ. വിലയ്ക്ക് വാങ്ങിയതൊക്കെ പൊന്നും വിലയ്ക്ക് മുറിച്ചു വിറ്റ വിശ്വനാഥന് ശീലം. പക്ഷേ എടുക്കാച്ചരക്കായ നിന്നെ തേവാരിപ്പാടത്ത് നോക്കുകുത്തിയായി നിർത്താൻ പോലും കൊള്ളത്തില്ലല്ലോടി. എന്ത് കണ്ടിട്ടാടി നീ ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കുന്നത്? നിന്റെ തന്ത ആ പിച്ചക്കാരൻ കോയിക്കൽ പരമേശ്വരനെ കണ്ടിട്ടോ? അതോ ആ ഓണങ്കാറാമൂലയിൽ നിനക്ക് സ്ത്രീധനം കിട്ടിയ 22 സെന്റ് ചതുപ്പ് നില കണ്ടിട്ടോ? ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും ഞാൻ തന്നതല്ലാതെ എന്താടി നിനക്ക് സ്വന്തമായിട്ടുള്ളത്? പിന്നെ എന്ത് കണ്ടിട്ടാടി നീ ഇങ്ങനെ കിടന്ന് നെകളിക്കുന്നത്? ചെട്ടിയാരെന്നെ കൊല്ലുവോ തിന്നുവോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ, അതിന് നിനക്കെന്താടി നഷ്ടം? നീ എന്തിനാടി അവന്റെ കാല് പിടിച്ചത്? അവൻ നിന്റെ ആരാടി? എന്താടി ഇനി ഞാനറിയാത്ത എന്തെങ്കിലും ബന്ധം അവനും നീയും തമ്മിലുണ്ടോ? നീ കാല് പിടിച്ച് കരയുമ്പോ ദയാപൂർവം അനുസരിക്കാൻ, നാടകം കളിച്ച് പിന്മാറാൻ അവൻ നിന്റെ ആരാടി? കാശിക്ക് തീർത്ഥാടനത്തിന് പോയ ഭർത്താവ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതി നീ പുതിയ രക്ഷകനെ കണ്ടെത്തിയോ? എന്താടി, എന്താ നീ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാക്കിറങ്ങിപ്പോയോ? ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. നാവിറങ്ങിപ്പോയതുകൊണ്ടല്ല, മറുപടി അർഹിക്കുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടാ ഇതുവരെ മിണ്ടാതിരുന്നത്. കാശിക്ക് പോയ ഭർത്താവ് മടങ്ങി വരുന്നതിന് മുൻപ് ഞാൻ രഹസ്യക്കാരനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പിടിപ്പുകേടാ. ചെട്ടിയാർ എന്റെ അവിഹിത കാമുകനാണെങ്കിലേ അയാൾ നിങ്ങളെക്കാൾ യോഗ്യനായതുകൊണ്ടാ ഞാൻ കാല് പിടിച്ചപ്പോ അയാൾ പിന്മാറിയത്. അയാളുടെ ഉള്ളില് നന്മയും കരുണയും ഉള്ളതുകൊണ്ടാ. ഒരു പെണ്ണിന്റെ കണ്ണീര് വീണ് കാലും മനസ്സും പൊള്ളിയപ്പോ കഴിഞ്ഞതൊക്കെ മറക്കാൻ അയാൾ തയ്യാറായെങ്കിൽ ആണെന്ന വാക്കിന്റെ അർത്ഥം അയാൾക്ക് അറിയാമെന്ന് സാരം. നിർത്തടി നിന്റെ പ്രസംഗം. നീ ആരാധോ നിന്റെ വിചാരം? എന്റെ മുന്നിൽ വന്നിങ്ങനെ ചിലയ്ക്കാൻ നിനക്ക് എവിടുന്ന് കിട്ടിയടി ധൈര്യം? നീ ആരാടി? ഞാൻ കാവേരി. കാവേരി പരമേശ്വരൻ, കോയിക്കലെ പരമേശ്വരന്റെ മകൾ. ഇനി അതല്ല, കാവേരി എന്ന വാക്കിന്റെ അർത്ഥമാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ സൗഭാഗ്യം, സൗന്ദര്യം, ഉദാത്തം, സർവ ഐശ്വര്യം. ഇനി ഞാൻ എന്ന കാവേരിയെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ കുട്ടിക്കാലം മുതല് 1ാം റാങ്ക് മാത്രം വാങ്ങി ഓരോ ക്ലാസ്സിലും ജയിച്ചവൾ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് സ്വർണ്ണ മെഡൽ വാങ്ങിച്ചവൾ, കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും കുച്ചിപ്പുടിക്കും 1ാം സ്ഥാനം വാങ്ങി കലാതിലകമായവൾ, പഠിച്ചിറങ്ങിയപ്പോ 5 മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്നും ഒരുപോലെ ഓഫർ ലെറ്റർ വാങ്ങിയവൾ,
ലോകമറിയുന്ന ഏതെങ്കിലും കസേരയിൽ അധികാര സ്ഥാനത്തിരിക്കാൻ കൊതിച്ചവൾ. എന്നെ പോലെ സ്വപ്നം കാണുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകാൻ ഒരു വലിയ സ്ഥാപനം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചവൾ. ഗേൾസ് വെൽഫെയർ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ആദ്യ അംഗീകാരം നേടിയ മലയാളി പെൺകുട്ടി. ഇനിയും നിങ്ങൾക്കറിയണോ ഞാൻ ആരാണെന്ന്? കാവേരിയുടെ യോഗ്യതകൾ എന്താണെന്ന്? കാവേരി ഒഴുകുന്ന പുഴയാ, അഴുക്കില്ലാത്ത പുഴ. അവൾ ദക്ഷിണ ഗംഗയാ. സാക്ഷാൽ ഗംഗാ നദി പോലും വർഷത്തിലൊരിക്കൽ പാപമുക്തി തേടി കാവേരി ലയിക്കുമെന്നാണ് വിശ്വാസം. കാവേരി വെറും ഒരു പുഴയല്ല, കാവ് അഥവാ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നവളാ. പണ്ട് അഗസ്ത്യമുനി ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയപ്പോ തിരുജടയിൽ നിന്നും ഒരു തുള്ളി വെള്ളമായി കമണ്ഡലത്തിൽ പിറന്നു വീണവളാ കാവേരി. ഭാരതത്തിലെ 7 പുണ്യനദികളിൽ ഏറ്റവും പവിത്രമായവൾ. ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലപ്രവാഹം. ഇനി കാവേരിയെ പറ്റി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോ? നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? ഭ്രാന്ത? എനിക്ക് മുഴുവൻ ഭ്രാന്ത. നിങ്ങളാ എന്നെ ഭ്രാന്തിയാക്കിയത്. അടിച്ചമർത്തി നോവിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി എന്നിലെ പെണ്ണിനെ നിങ്ങൾ ഭ്രാന്തിയാക്കി. നിങ്ങൾ ചോദിച്ചില്ലേ നിങ്ങളെ സ്വന്തമാക്കാൻ എനിക്ക് എന്ത് യോഗ്യത ഉണ്ടായിരുന്നെന്ന്? ഞാൻ തിരിച്ചു ചോദിക്കുക, എന്നെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത്? പഠിപ്പുണ്ടോ? സംസ്കാരമുണ്ടോ? സൗന്ദര്യമുണ്ടോ? കുടുംബ പാരമ്പര്യമുണ്ടോ? ഇല്ലാത്ത ചരിത്രം ഉണ്ടാക്കി മാണിക്യമംഗലത്തുകാർ വലിയ ആനയാ ചേനയാന്ന് പറഞ്ഞ് നടക്കുവല്ലേ? നിർത്ത്. ഏടത്തിന്ന് വിളിച്ച നാക്കൊണ്ട് വെറുതെ മാറ്റി പറയിക്കല്ലേ. ഇത്രയും കാലം നീ മനസ്സിൽ പറഞ്ഞത് ഇനി നാവ് കൊണ്ട് പറഞ്ഞാലും സാരമില്ലടാ. ഒരുപാട് വട്ടം നീ പറഞ്ഞിട്ടുണ്ടല്ലോ. നീ പറഞ്ഞോ, എനിക്ക് യാതൊരു വിരോധവും ഇല്ല. എന്നെ അതൊന്നും ബാധിക്കില്ല. സഹിച്ചും പൊറുത്തും ഈ മനസ്സിപ്പ കല്ല. അടിമയും വളർത്തു മൃഗവുമായി ഒരുപാട് കാലം ഇവിടെ ജീവിച്ചതിന്റെ തഴമ്പ് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. കനലടങ്ങാത്ത നെരിപ്പോടായി മനസ്സ്. ഒരു മഴ കൊണ്ടൊന്നും അത് കെടുത്താന്ന് ആര് സ്വപ്നം കാണണ്ട. ത്രിപുര സുന്ദരിമാർ എന്ന് വിളിച്ച് പണ്ട് നിങ്ങളുടെ അമ്മ ആക്ഷേപിച്ചിരുന്ന ആ കാവേരി നന്ദിതയും മൈഥിലിയും അല്ല ഞങ്ങള്. ഞങ്ങൾ ഒരുപാട് മാറിപ്പോയി. കാലം ഞങ്ങളുടെ സഹനശക്തിയെ ഒരുപാട് മാറ്റിമറിച്ചു. നാട്ടുകാരെ ഭയന്ന്, താലി അറ്റുപോയ പെണ്ണ് പിഴയാണെന്നുള്ള സ്ഥിരം കരക്കമ്പി ഭയന്ന് എല്ലാം സഹിച്ച് ജീവിക്കുന്ന ആ പെണ്ണുങ്ങളുടെ കാലമൊക്കെ പോയി. അനാവശ്യമായ അപവാദമൊന്നും ഇപ്പൊ ഞങ്ങളെ ബാധിക്കില്ല. പെണ്ണിന്റെ വായടയ്ക്കാൻ ആണിന്റെ ആ സ്ഥിരം നമ്പറുണ്ടല്ലോ,